സിറ്റിയിൽ നടക്കാൻ വന്നപ്പോഴില്ലേ ഡേറ്റ്സിൻ്റെ ഇത് വീണ് കണ്ടല്ലോ ഫ്രഷ് ഡേറ്റ്സ് ആണ്, പക്ഷേ ഇത് ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് എന്തെങ്കിലും ക്രാഫ്റ്റ് ഉണ്ടാക്കാതെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രീസാസ് കോർണർ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഫ്ലവർ ബഞ്ചാണ്. സോ അതിന് വേണ്ടി ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ട് പിന്നെ സീസേഴ്സ് വേണം. ഇത് ഞാൻ ചെറിയൊരു ക്ലിപ്പിംഗ് കാണിച്ചില്ല, അത് തന്നെ ഡേറ്റ്സിൻ്റെ കൊമ്പ് ഞാൻ ഹോക്കിംഗ് പോയപ്പോൾ എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ കൊമ്പ്. അപ്പോൾ യു എയിലുള്ളവർ എന്തായാലും പോയോ എവിടെയെങ്കിലും കണ്ടാലും എടുത്തോളൂ, അടിപൊളിയാണ്, നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. എസ്പെഷ്യലി നമുക്കിവിടെ ഇരിക്കില്ലെല്ലാം കിട്ടാൻ പാടില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഞാൻ എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ആ ഫ്ലവർ ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് ഗ്ലൂ ഗൺ വേണം, പിന്നെ അയൺ ബോക്സ് വേണം. അയൺ ബോക്സ് എന്തിനാന്നുള്ളത് പോകെ കാണിച്ചു തരാം. ഇനി ഞങ്ങൾക്ക് ഗ്ലിറ്റർ ഷീറ്റ് വേണം. അപ്പോൾ ഞാനിതൊരു 2 സെൻറ്റിമീറ്റർ ഇത് വിത്തിൽ ലോങ് ഷീറ്റ് കട്ട് ചെയ്തെടുത്തതാണ്, ഒരു സ്ട്രിപ്പ് പോലെ. അതിന് നമുക്ക് 2 ഇൻറ്റു 2 സെൻറ്റിമീറ്റർ അളവിൽ വേണം ഓരോരോ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ. സോ ഞാൻ 2 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്യാൻ പോണ്. അപ്പോൾ ഒരു ക്യൂബ് 2 ഇൻറ്റു 2 ക്യൂബ്സ് പോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പെൻസിലോ പെന്നോ ഉപയോഗിച്ച് ലൈനായിട്ട് വരച്ച് ഇനി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 2 ഇൻറ്റു 2 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ഫ്ലവറാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വലുത് വേണമെങ്കിൽ അതിൻ്റെ സെൻറ്റിമീറ്റർ കൂട്ടിയാൽ മതി. അപ്പോൾ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് ഇത് മൊത്തം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊരു 1 ബഞ്ച് ഫ്ലവർ, ഒരു ബഞ്ചത്തെ ഫ്ലവർ ഉണ്ടാക്കാനാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ക്യൂബ് എടുത്തിട്ട് അതിൻ്റെ നടുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. പക്ഷേ കൂടുതൽ കയറി പോകരുത് കേട്ടോ, ഇച്ചിരി ഇച്ചിരി നടുക്ക് സ്പേസ് വേണം. കണ്ടില്ലേ, ഓരോന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്ന അത്ര സ്പേസ് വേണം. മൊത്തത്തിൽ കട്ട് ചെയ്ത് പോയാൽ അതിങ്ങനെ ഓരോ പെട്ടിൽ താഴെ വീണ് പോകും. സോ ഇങ്ങനെ ഉണ്ടാവണം, കണ്ടില്ലേ. അപ്പോൾ ഒന്നും കൂടി കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ, ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, നടുക്കൊരു സ്പേസ് ഇല്ലേ, അതുപോലെ ആയിട്ട്. ഇനി നമുക്ക് ഇതിപ്പോൾ ഒരു ഡയമണ്ട് ഷേപ്പിലുണ്ടല്ലോ, ഇനി നമുക്കിതിനെ ഒരു ഫ്ലവർ ഷേപ്പാക്കി മാറ്റിയെടുക്കണം. ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ പോലെ കട്ട് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഈ 4 ഇതിനെയും ഫ്ലവറിൻ്റെ പെറ്റൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എക്സാക്റ്റ് പെറ്റലിൻ്റെ ഷേപ്പ് ഒന്നും വരേണ്ട ആവശ്യമില്ല. നമ്മുടെ എല്ലാം പെറ്റലും ഒരേപോലെ ഉണ്ടാവണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് കൊടുത്താൽ മതി. അപ്പോൾ ഇത് സംഭവം ഉണ്ടാക്കാൻ ഇത് കട്ടിങ് മാത്രം സമയം എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ TV ഒക്കെ കാണുമ്പോൾ, പണിയൊക്കെ കഴിഞ്ഞ് TV ഒക്കെ കാണുമ്പോൾ ഇരുന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ TVൻ്റെ മുമ്പിൽ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പെറ്റൽ മെല്ലെ പതുക്കെ ഇരുന്ന് ചെയ്താൽ മതി. അപ്പോൾ 4 പെറ്റലും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഒരു 4 പെറ്റലായിട്ടുണ്ട്. അപ്പോൾ ബാക്ക് സൈഡിൽ ഗ്ലിറ്ററും ഫ്രണ്ടിൽ നമ്മുടെ നോർമൽ കളറും ആയിട്ടുള്ളത് ഷീറ്റാണിത്. അപ്പോൾ ഇത് ഒന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് പെറ്റലിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഓടിച്ചിട്ട് കട്ട് ചെയ്താൽ മതി. പെറ്റൽ കട്ടായി പോകരുത്, ഒരു പെറ്റൽ പോലും കട്ടായി പോകരുത്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ അകത്തോട്ട് കയറ്റി കട്ട് ചെയ്യാൻ പാടില്ല. നമുക്ക് അകത്തൊരു ഇച്ചിരി സ്പേസ് ഉണ്ടാവണം, അപ്പോൾ ആ കട്ട് ചെയ്യാണ്ട് ഇങ്ങനെ കിട്ടുള്ളൂ ഫ്ലവർ. കണ്ടില്ല, ഒരു ഇൻടു ഷേപ്പ്. അപ്പോൾ മൊത്തത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മൊത്തം ഫ്ലവർ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ 12 ഫ്ലവേഴ്സ് നമുക്ക് ആക്കാൻ പറ്റും ആ സ്ട്രിപ്പിൽ. ഇനി നമുക്ക് ഈ വേസ്റ്റ് ആയി കട്ട് ചെയ്തിട്ട് വേസ്റ്റ് വന്നല്ലേ, ഇത് കളയണ്ട കേട്ടോ. ഞാൻ വീഡിയോയുടെ എൻഡിൽ ഇത് എന്ത് ചെയ്യാന്നുള്ളത് കാണിക്കുന്നുണ്ട്. ബിക്കോസ് ഇത് നല്ല ഭംഗിയില്ലേ, ഗ്ലിറ്ററും മറ്റു പ്ലെയിൻ ഷീറ്റായിട്ട് മാറ്റ് ഫിനിഷ് ആയിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് ഫ്ലവറിൻ്റെ പണി ഇനിയും തീർന്നിട്ടില്ല. എപ്പോഴാണ് ഞങ്ങളുടെ അയൺ ബോക്സ് വേണ്ടത്, മെയിൻ സംഭവം. അപ്പോൾ ഞങ്ങൾ അയൺ ബോക്സിൽ ഈ ഫ്ലവർ വെക്കുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് വെച്ചാൽ അതുപോലെ മാർക്സ് ഒക്കെ വരും. അതുകൊണ്ട് ഒരു ടിഷ്യൂവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള തുണിയോ എന്തെങ്കിലും വെച്ചാൽ മതി. അതിൻ്റെ മേളിൽ നമുക്ക് ഈ ഫ്ലവർ വെച്ചാൽ ഞങ്ങളുടെ അയൺ ബോക്സിൻ്റെ ഇതിൽ കറൊന്നും പിടിക്കില്ല. അതുകൊണ്ടാണ് ടിഷ്യൂ വെക്കുന്നത്. എന്നിട്ട് അയൺ ബോക്സ് നല്ല ചൂടായിട്ടുണ്ടാവണം.
അപ്പോൾ നമ്മൾ അയൺ ബോക്സ് നല്ല ചൂടാകുമ്പോൾ ഇങ്ങനെ ഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഭാഗം പുറത്തോട്ട് വേണോ ആ ഭാഗം ഞങ്ങൾക്ക് അയൺ ബോക്സിന് ഫേസ് ചെയ്തിട്ട് വെക്കാം. ഇപ്പോൾ ഞാൻ രണ്ടും കാണിക്കുന്നുണ്ട്, ഒന്ന് ഷൈനിങ് അകത്തായിട്ടും ഇനി ഒന്ന് ഷൈനിങ് പുറത്തായിട്ടുള്ള ഭാഗവും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പ്രസ് ചെയ്ത് പിടിച്ചാൽ അതിങ്ങനെ ബഡ് പോലെ വീഴും, കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ബഡ്സ് ആയിട്ട് കിട്ടും. അതിന് ചൂട് കിട്ടുമ്പോൾ അതിങ്ങനെ മടങ്ങി പോയിക്കോളും. എന്ത് ഭംഗിയാ നോക്കിയാൽ, നല്ല ക്യൂട്ടായിട്ടില്ലേ ഫ്ലവർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഷൈനിങ് അകത്തായിട്ടുള്ളത് കണ്ടല്ലേ. അപ്പോൾ ഇതേപോലെ മൊത്തത്തിൽ ഞങ്ങൾക്ക് അയൺ ബോക്സിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ബഡ്സ് പോലെ ആക്കിയെടുക്കുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണോ, അയൺ ബോക്സിലാണ് കളിക്കുന്നത്, അതുകൊണ്ട് കൈ പൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഈ പ്ലക്കറെല്ലാം ഇല്ലേ അതൊക്കെ വെച്ചിട്ട് പിടിച്ചാൽ മതി. വെറുതെ കൈ പൊള്ളിക്കാൻ നിൽക്കരുത്. അപ്പോൾ ഇതിനെ ടൈറ്റായിട്ട് വെക്കുക. ഒരു 2-3 സെക്കൻഡ്സ് വെച്ചാൽ മതി കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഇത് ചൂടായിക്കോളൂ. നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അതിങ്ങനെ ഒരു ഷ്രിങ്ക് ആയിട്ട് വരും ആ ചൂട് തട്ടുമ്പോൾ. അപ്പോൾ വിട്ടാൽ മതി. കണ്ടില്ലേ, ഞാൻ ജസ്റ്റ് 2-3 സെക്കൻഡ്സ് മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പോഴത്തേനും നല്ല ചൂടായിട്ട് അത് ബഡ്സ് പോലെ ഇങ്ങനെ വീണോളൂ. കണ്ടില്ലേ കണ്ടില്ലേ, എന്ത് ഭംഗിയാ നോക്കിക്കേ. നല്ല ക്യൂട്ടായിട്ടുണ്ട് ഈ ബഡ്സ് കാണാൻ തന്നെ. അപ്പോൾ ബാക്കി ഉള്ളതിനെല്ലാം ഇങ്ങനെ ഇതാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബഡ് പോലെ ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെച്ചാൽ മതി, 1 സെക്കൻഡോളം വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ ബഡ്സ് വിരിഞ്ഞ പോലത്തെ ഫ്ലവർ കിട്ടിക്കോളൂ. അപ്പോൾ അല്ല അത് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അതിൻ്റെ മുകളിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ബഡിൻ്റെ ഷേപ്പ് കിട്ടിക്കോളൂ. അപ്പോൾ ഇത് ഒന്നും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്, ബിക്കോസ് എനിക്ക് ബഡിൻ്റെ ഷേപ്പാണ് പേഴ്സണലി ഇഷ്ടമായത്. അപ്പോൾ ഒന്നും കൂടി വെക്കുമ്പോൾ അത് നല്ല ചൂട് തട്ടിയിട്ട് ബഡ് പോലെ ആയിക്കോളും. ഇപ്പോൾ കണ്ടില്ലേ, ബഡ്സ് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ സ്റ്റിക്കിൽ ഒട്ടിച്ച് കൊടുക്കണം. ഇത് നല്ല എന്താ കുറേ നാൾ ഇത് ഉണ്ടാവും, ഒന്നും നാശമായി പോകുന്നില്ല. അപ്പോൾ ഈ ഗ്ലിറ്റർ ഷീറ്റ് എന്തായാലും വാങ്ങിക്കാത്തവർ വാങ്ങിച്ചോളൂ, അടിപൊളിയാണ്. ഫ്ലവേഴ്സ് എല്ലാം ആക്കി വെക്കാനും കുറേ നാൾ ഇത് ഒന്നും ഒരു കേടും കൂടാതെ ഇരുന്നോളൂ. അപ്പോൾ ഞാൻ ഈ ഡേറ്റ്സിൻ്റെ കമ്പിൽ ഇത് ഒട്ടിക്കാൻ പോണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈർക്കിലി ഉപയോഗിക്കുക, അല്ലെങ്കിൽ പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ മരത്തിൻ്റെ ഏതെങ്കിലും കമ്പ് ഉപയോഗിക്കുക ഇതുപോലെ. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ വേറെ ക്രാഫ്റ്റ് ഉപയോഗിക്കാനാണ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ഈ ഡേറ്റ്സിൻ്റെ ഇതിൽ വെക്കുന്നത്. ഇത് നല്ല ഭംഗിയുണ്ട് ഡേറ്റ്സിൻ്റെ ഇതിൽ വെക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ മേളിൽ അതിൻ്റെ ഞെടുപ്പില്ലേ, ആ ഫ്രൂട്ട്സ് വന്നിട്ട് വീണിട്ടുള്ള ആ ഞെടുപ്പിലാണ് ഞാൻ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാൻ പോണത്. നിങ്ങളിപ്പോൾ ഈർക്കിലിയിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾട്ടർനേറ്റീവായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അടുപ്പിൽ കുറച്ച് ഗ്ലൂ ഇട്ടിട്ട് അവിടെയൊക്കെ ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കണം, കൈ പൊള്ളിപ്പോവും. അപ്പോൾ ഗ്ലൂ നല്ല ചൂടുണ്ടാവും, അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി. പിള്ളേരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ട്, ചെറിയ പിള്ളേരുള്ള അമ്മമാരൊക്കെ പിള്ളേർ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ പിള്ളേർ ഞങ്ങളെ പോലെ ചെയ്യാനുള്ള നോക്കും, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ ഞെടുപ്പിലും ഇതുപോലെ ഞാൻ ഓരോ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാ നോക്കിക്കേ. അപ്പോൾ UAE-യിലുള്ളവർ എന്തായാലും, UAE-യിൽ എന്നല്ല ഗൾഫ് കൺട്രിയിലുള്ളവർ ഈ ഡേറ്റ്സിൻ്റെ കമ്പെല്ലാം കിട്ടിയാൽ എന്തായാലും എടുത്തോളൂ കേട്ടോ, ക്രാഫ്റ്റ് ഇൻട്രസ്റ്റ് ഉള്ളവർ. ബിക്കോസ് ഇത് നല്ല കുറേ നാൾ ഒരു കേടും കൂടാതെ നിൽക്കും, അത്ര ഉറപ്പാണ് ഈ കമ്പിന്. ഞാൻ ഈ പ്രാവശ്യം ആദ്യമായിട്ട് കാണുന്നത് ഇത്. അവൻ തൊട്ടിട്ടല്ല നോക്കുന്നത്, ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ തൊടാനൊന്നും പോയില്ലായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ തൊട്ട് നോക്കുമ്പോൾ നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് കൊണ്ടൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ഞാൻ കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിയ ക്രാഫ്റ്റാണിത്. അപ്പോൾ എല്ലാ ഞെടുപ്പിലും ഞാനിങ്ങനെ ഫ്ലവേഴ്സ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ അടുത്തടുത്തുണ്ടല്ലോ, അപ്പോൾ ഞാനത് മാറ്റിയിട്ട് അതിൻ്റെ താഴത്തോട്ടുള്ളതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നോക്കിക്കേ, ഇങ്ങനത്തെ കുറേ ബഞ്ചസ് ആക്കി വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും. കുറേ വെറൈറ്റി ഓഫ് കളേഴ്സിലും ഉണ്ടാക്കി വെക്കാം. വൈറ്റും റെഡൊക്കെ അടിപൊളിയായി. 150 റുപ്പീസ്ക്ക് ഞാൻ പറഞ്ഞ പോലെ A4 ഷീറ്റിൻ്റെ അത്ര ഉള്ളത് 10 കളേഴ്സ് നിങ്ങൾക്ക് നാട്ടിൽ വാങ്ങിക്കാൻ കിട്ടും. ഇവിടെ എന്ന് പറഞ്ഞാൽ 1 to 10 dirham ഷോപ്സിലെല്ലാം കിട്ടും നിങ്ങൾക്ക്. ബിലോ 10 dirhams 10 കളേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഞങ്ങൾക്ക് ഇത്
ഇത് ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ ഫെവി ബോണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കിട്ടും, അത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഫെവിക്വിക്ക് ഉപയോഗിക്കുക. വൈറ്റ് ഗ്ലൂ ഉപയോഗിച്ചാൽ അത്ര ഒട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് ഉപയോഗിച്ചാൽ നല്ലോണം ഒട്ടി പിടിച്ചോളൂ. അതിൻ്റെ ഞെടുപ്പില്ലേ, ആ ഞെടുപ്പൊന്നും കളയണ്ട കേട്ടോ. നിങ്ങൾ ഡേറ്റ്സ് എല്ലാം വാങ്ങിക്കുമ്പോൾ അതിൽ കിട്ടുമല്ലോ, അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചോളൂ. അത് നമുക്ക് വേറെ ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. നല്ല ഭംഗിയാണ്, ഒരു ചെറിയ കുട്ടി കുട്ടി ഫ്ലവേഴ്സ്. അത് കണ്ടില്ലേ എന്ത് ഭംഗിയായിരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ എല്ലാം കളക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഈർക്കിള്ളിയിലാണെങ്കിൽ ഈർക്കിള്ളി, അല്ലെങ്കിൽ മരത്തിൻ്റെ കമ്പിലോ എന്തിലും വെച്ചിട്ടാണെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ഗ്ലിറ്റർ ഷീറ്റ് മാത്രം ഒന്ന് വാങ്ങിച്ചാൽ മതി. നമുക്ക് എന്ത് ക്യൂട്ടായിട്ടുണ്ട് അറിയോ. ഞാനിപ്പോൾ കുറേ ബഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ വീഡിയോ കാണിക്കുമ്പോൾ ഒന്ന് മാത്രമേ കാണിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ വേസ്റ്റ് കൊണ്ട് ഒരു സംഭവം ഉണ്ടാക്കാൻ പോകേണ്ടത്. അപ്പോൾ ഈ വേസ്റ്റൊക്കെ എടുത്തിട്ട് ഒരു ഗ്ലാസ് ജാറിൽ ഇട്ട് വെക്കാം. അപ്പോൾ ഇത് നല്ലൊരു ഷോ പീസ് ആയിരിക്കും. നിങ്ങൾ കടയിലെല്ലാം കണ്ടില്ലേ കുറേ കളറ്, ഈ മണ്ണിലെല്ലാം കളർ ഉണ്ടാക്കിയിട്ട് വെക്കുന്ന ബോട്ടിലെല്ലാം, അതുപോലെ ഈ ചെറിയ ചെറിയ പീസസ് എടുത്ത് നമുക്കൊരു ബോട്ടിലാക്കി വെക്കാം. നല്ലൊരു ഷോ പീസ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ കളയാണ്ട് വെച്ചിട്ടുള്ളത്. നമുക്ക് വേറെ എന്തെങ്കിലും ക്രാഫ്റ്റിന് വേണമെങ്കിൽ അത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കാം, ബോട്ടിലിൽ ഇട്ട് വെക്കാം. കണ്ടില്ലേ, ഗ്ലാസ് ബോട്ടിലിൽ ഇട്ട് വെക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനത് അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ ഞാൻ എത്ര ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ആക്കി. ഞാനും ഒറ്റ കളറിൽ ഉണ്ടാക്കിയത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പല കളറിലും ഉണ്ടാക്കാം. അപ്പോൾ ഒറ്റ കളറിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര സ്ട്രോങ് ആണ്. ഈവൻ ആ ഗ്ലിറ്റർ ഷീറ്റും നല്ല സ്ട്രോങ് ആണ്, ഈ സ്റ്റിക്കും നല്ല സ്ട്രോങ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനിയും കുറേ സ്റ്റിക്സ് ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ ഞാൻ അതിൽ വേറെ വേറെ ക്രാഫ്റ്റ് എല്ലാം ഉണ്ടാക്കി കാണിക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തിന് ഇത് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.